Greetings to you in the Almighty God in the name of Yeshua HaMashiach. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എന്റെ സ്നേഹമുണ്ട്. This is Brother Sherry Benjamin from Chennai. ഇത് കർത്താവിന്റെ ദാസൻ ഷെറി ബെഞ്ചമിൻ, ചെന്നൈയിൽ നിന്ന്. I welcome all the Christ-driven church members to this online service. ക്രൈസ്റ്റ് ഡ്രിവൻ ചർച്ചിന്റെ എല്ലാ മെമ്പേഴ്സിനെ ഈ ഓൺലൈൻ സർവീസിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. I want to say gratitude to my brother in the Lord and Pastor Demis John Sabu. കർത്താവിൽ എന്റെ പ്രിയ സ്നേഹിതനും എന്റെ സഹോദരനുമായ ദേവദാസൻ ഡെമിസ് ജോണിനോടുള്ള നന്ദി ഞാൻ ഈ സമയത്ത് അറിയിച്ചുകൊണ്ടേ. And Sister Deba Demis. സഹോദരി ദീപ ഡെമിസിനോടുള്ള സ്നേഹാന്വേഷണം അറിയിക്കുന്നു. And also Brother Debu, who is helping us out with this recording session. ഈ റെക്കോർഡിംഗ് ഞങ്ങളെ സഹായിക്കുന്നത് ബ്രദർ ദീപുവിനോടുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിച്ചു. So let's go into the message directly. നമുക്കിനി കർത്താവിന്റെ വചനത്തിലേക്ക് നമുക്ക് കടക്കാം. See, the world is going through a time of turmoil. നമുക്ക് ഈ ലോകം വളരെ ഒരു പ്രയാസം നിറഞ്ഞൊരു ഘട്ടത്തിലേക്ക് അത് കടന്നു പോവുകയാണ്. But as believers in the Lord Yeshua, we must be strong in our faith. എന്നാൽ വിശ്വാസികൾ കർത്താവായ യേശുവിൽ ആശ്രയിച്ച് ഈ ഒരു തരുണത്തെ, ഈ ഒരു സിറ്റുവേഷനെ നമ്മൾ തരണം ചെയ്യണം. Those things which are happening now to this world are nothing to be afraid of. ഇപ്പോൾ ഈ ലോകത്ത് നടക്കുന്ന എന്താണോ അതിനെ നമ്മൾ ഭയപ്പെടേണ്ടതേ ഇല്ല. It's already spoken about in the scriptures. അത് കർത്താവിന്റെ വചനത്തിൽ അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. All these matters or things what is happening in this world are going to shake this world. ഈ ലോക സംഭവങ്ങളെല്ലാം ഈ ലോകത്തെ ഇളക്കുവാൻ പോകുന്നു എന്നുള്ള വസ്തുത ശരിയാണ്. In the book of Haggai chapter 2 verses 7, ഹഗ്ഗായി പ്രവചനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ it says like this, അത് ഇപ്രകാരം പറയുന്നു, that I will shake all nations and they shall come to the desire of all nations and I will fill this temple with glory, says the Lord. ഞാൻ സകല ജാതികളെയും ഇളക്കും, സകല ജാതികളുടെ മനോഹര വസ്തു വരികയും ചെയ്യും, ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണ്ണമാക്കുമെന്ന് ദൈവം അരുളിച്ചെയ്യും. So it's a promise written in the book of Haggai which say that God is going to shake all the nations. കർത്താവിന്റെ പ്രവചനത്തിൽ ഹഗ്ഗായി പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ഞാൻ സകല ജാതികളെയും ഇളക്കും എന്നുള്ളതാണ്. What does the word means to be shaken? സകല ജാതികളെ ഇളക്കുക എന്ന് പറയുന്നത് എന്താണ്? The word shaken means ഇളക്കുക എന്ന് പറയുന്നത് to be out of position. അത് ആയ അവസ്ഥയിൽ നിന്ന് അത് മാറിപ്പോവുക എന്ന രീതിയിലാണ്. To be unestablished. അതിനെ ഉറപ്പിച്ച് നിർത്താതെ നിൽക്കുന്ന ഒരു അവസ്ഥ. To be loosened from a place of fixture. ഒരിടത്ത് ഉറച്ചു നിൽക്കുന്നിടത്ത് നിന്ന് അയഞ്ഞു വരിക എന്നൊരു അവസ്ഥയെ അത് കാണുന്നു. So look around you. ആയതിനാൽ നമുക്ക് ചുറ്റുവട്ടം നമുക്ക് നോക്കാം. The world is shaken. ലോകം മുഴുവൻ ഇപ്പോൾ ഇളകിക്കൊണ്ടിരിക്കുന്നു. Nations are shaken. സകല ജാതികളും ഇപ്പോൾ ഇളകിക്കൊണ്ട് നിൽക്കുന്ന അവസ്ഥയാണ്. Super powers are shaken. എല്ലാ അസാധാരണമായ ശക്തികൾ സകലതും ഇളകിപ്പോകും. Finances are shaken. Stock exchanges are shaken. സകലമായ സാമ്പത്തികവും അല്ലെങ്കിൽ അതുപോലുള്ള സാമ്പത്തിക മേഖലയെല്ലാം ഇളകിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. All the entertainment industries been shaken. സകല വിനോദ മേഖലകളും എല്ലാം ഇപ്പോൾ ഇളകിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. Air traffic, railroad, everything is shaken. വാഹന ഗതാഗതം അല്ലെങ്കിൽ വ്യോമ ഗതാഗതം സകല ഗതാഗതങ്ങളും ഇപ്പോൾ സ്തംഭിച്ചു പോയി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. What about the spiritual things? എന്നാൽ ആത്മീയ വശം ഇപ്പോൾ അപ്രകാരമാണ്. Churches are shaken. Churches are shut down. സകല സഭകളും ഇപ്പോൾ ഇളകി നിൽക്കുന്നു, സഭകൾ അടച്ചുപൂട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. Mega churches have been shut down. സകല സഭകളെയും ഇത് ഒരുപോലെ തന്നെ ബാധിച്ചിരിക്കുന്നു. Small churches have been shut down. ചെറിയ സഭകളും അടഞ്ഞു നിൽക്കുന്നു. Everybody is now back to the apostolic time, prayer in the house. ഇപ്പോൾ നമ്മൾ അപ്പോസ്തലിക കാലത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോയിരിക്കുന്നു. ഇപ്പോൾ സകല ഭവനങ്ങളും പ്രാർത്ഥന കൂട്ടായ്മകളായി മാറിയിരിക്കുന്നു. Before a great revival, there will be great shaking. ഒരു വലിയ ഉണർവിന് മുൻപാകെ ഓർക്കുക, ഒരു വലിയൊരു ഇളക്കം തട്ടണം.
This is not the end, ഇത് അവസാനമല്ല, but the beginning of the end. എന്തിന്റെയോ ഇത് അവസാനത്തിന്റെ ഒരു ആരംഭമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. Yes, it is the beginning of the end times. അതെ, അത് അവസാന നാളുകളുടെ ആരംഭം മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുക. So God started having or producing or manifesting the end time by shaking the nations. എന്നാൽ ദൈവം ഈ അവസാന നാളുകളുടെ ആരംഭം തുടങ്ങുന്നത് ഈ സകല ജാതികളെ ഇളക്കിക്കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. In this year 2020, God has started to reveal His plan for the world. ഈ 2020 വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ ദൈവം തന്റെ ഹൃദയത്തിലുള്ള ആ ഒരു ആഗ്രഹം ഈ ലോകത്തിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നു. As you read in book of Haggai chapter 2 verses 7, His Bible speaks about that He will shake the nation, and the end the Bible say, I will fill this temple with glory. ഹഗ്ഗായി പ്രവാചകന്റെ 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ സകല ജാതികളെ ഇളക്കും, പക്ഷേ പിന്നീട് ഞാൻ ഈ ആലയത്തെ ദൈവം തന്റെ മഹത്വത്താൽ നിറയ്ക്കും എന്ന് അവൻ രേഖപ്പെടുത്തിയിരുന്നു. So God, to show forth this glory, He will start with shaking the nation. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണമെങ്കിൽ സകല ലോകം ഇളകിയേ മതിയാകും. Bible speaks about shaking the world, the power of God in many places. കർത്താവിന്റെ വചനത്തിൽ പലയിടങ്ങളിൽ ദൈവം ജാതികളെ ഇളക്കുന്നതായിട്ട് നമുക്ക് കാണാം. Do you know the wrath of God can shake nations? നിങ്ങൾക്കറിയാമോ, ദൈവത്തിന്റെ കോപം ജാതികളെ ഇളക്കും. Yes, when God became angry, He shook the nation of Egypt. ദൈവം തന്റെ സകല കോപത്തെയും ദൈവം ഈജിപ്തിന്റെ മുകളിൽ പകർന്നതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ കാണുന്നു. When God became angry, He shook Sodom and Gomorrah. ദൈവം കോപത്താൽ നിറഞ്ഞപ്പോൾ അവൻ സോദോം ഗൊമോറയെ നശിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. When God became angry, the Bible say the ancient world of in Noah's time it was shaken. നോഹയുടെ കാലഘട്ടത്തിൽ ദൈവം കോപിതനായി തീർന്നപ്പോൾ സകല ലോകം ആ കോപം അനുഭവിക്കാനായിട്ടിടയായി. Yes, the wrath of God can shake the nations. അതേ ദൈവമക്കളെ, ദൈവത്തിന്റെ കോപം ഈ സകല ലോകത്തെ കുലുക്കുകയും ഇളക്കുകയും ചെയ്യും. In the book of 2 Samuel chapter 22 and verses 7 and 8, the Bible say, 2 ശമൂവേൽ 22-ാം അധ്യായത്തിന്റെ 7-ഉം 8-ഉം വാക്യത്തിൽ അത് ഇപ്രകാരം പറയുന്നു. It speaks about a prayer. അതൊരു പ്രാർത്ഥനയെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തുന്നു. In my distress I called upon the Lord and cried out to my God. He heard my voice from His temple, and my cry entered His ears. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചു, എന്റെ ദൈവത്തോട് തന്നെ നിലവിളിച്ചു, അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു എന്ന് രേഖപ്പെടുത്തുന്നു. Verses 8 it say, 8-ാം വചനത്തിൽ ഇപ്രകാരം പറയുന്നു. Then the earth shook and trembled, the foundation of heavens quaked and were shaken because He was angry. ഭൂമി ഞെട്ടി വിറച്ചു, ആകാശത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി, അവൻ കോപിക്കൽ അവ കുലുങ്ങിപ്പോയി എന്ന് ഇവിടെ രേഖപ്പെടുത്തുന്നു. So the wrath of God can shake the nations. ആയതിനാൽ നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിന്റെ കോപം ജാതികളെ ഇളക്കും. I am not telling that this times is that time when God is angry with the world. No, it's not that. എന്നാൽ നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ദൈവകോപത്തിന്റെ പരിണത ഫലം ആണ് എന്ന് ഞാൻ പറയുകയല്ല. Yes, God is angry with the disobedient. അതെ, എവിടെ അനുസരണക്കേടുണ്ടോ അവിടെ ദൈവകോപം വെളിപ്പെടുന്നു. But the prayers of the righteous will preserve that place. എന്നാൽ നീതിമാന്റെ പ്രാർത്ഥനയോ ആ സ്ഥലത്തെ അവിടെ ദൈവകോപത്തിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് നമുക്ക് വചനത്തിൽ കാണാം. Abraham prayed. അബ്രഹാം പ്രാർത്ഥിച്ചു. Lot was delivered. എന്നാൽ ലോത്തിനോ രക്ഷ കൈവന്നു. Moses prayed. മോശ പ്രാർത്ഥിച്ചു. Israel was delivered. ഇസ്രായേൽ മക്കൾക്ക് വിടുതൽ അനുഭവിക്കാൻ കഴിഞ്ഞു. Yeshua prayed for Peter. കർത്താവായ യേശു പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. Peter was delivered. പത്രോസിന് അവിടെ വിടുതൽ വന്നു. When the righteous pray, God listens. നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ കർത്താവ് ചെവികളെ തുറക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയും. Yes, our prayer can shake nations. അതേ ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും ജാതികളെ ഇളക്കുവാൻ കഴിയും. This is the time where the church of God, the believers of the Lord, the servants of God must spend more time in prayer and fasting, seeking the face of God. ഇതാണ് ദൈവമക്കളെ, ആമേൻ, സകല സഭകളും സകല വിശ്വാസികളും ഒരുമനപ്പെട്ട് പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കേണ്ട സമയം ഇതാകും. Yes, you have to understand the word of God. It very clearly says that He will shake the nations.
അതിനാൽ ദൈവത്തിന്റെ വചനം വളരെ സുസ്ഥിരമായിട്ട് പറയുന്നു, സ്ഫുടമായിട്ട് പറയുന്നു, അവൻ സകല ജാതികളെയും അവൻ ഇളക്കുന്നു. Let's look at another thing what will shake the nations. നമുക്ക് അടുത്തതായിട്ട് ദൈവവചനത്തിൽ നോക്കാം, അടുത്തതായിട്ട് ദൈവം എന്തിനാണ് ഇളക്കുവാൻ പോകുന്നത്? The presence of God will shake the nations. ദൈവ സാന്നിധ്യം ജാതികളെ ഇളക്കുമെന്ന് പറയുന്നു. That is what when God came down on the Mount of Sinai, Bible say the earth shook and the mountains trembled. ദൈവത്തിന്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു, അവൻ സീനായ് മലയിൽ അവന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നപ്പോൾ പർവ്വതം കുലുങ്ങി, അവൻ സകല ജനവും ഭയപ്പെട്ടു എന്ന് കാണുന്നു. When men of God and women of God prayed together in faith, the presence of God can descend on that place. ദൈവത്തിന്റെ മക്കളായ സകല പുരുഷന്മാരും സ്ത്രീകളും ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി. You can see this all throughout the scriptures. ആയതിനാൽ നമുക്ക് ഇതെല്ലാം വചനത്തിൽ നമുക്ക് ഇത് കാണുവാനായിട്ട് കഴിയും. Acts 4:31 say, അപ്പോസ്തലപ്രവൃത്തി 4:31 പറയുന്നു, when they prayed, the place where they were assembled were shaken. അപ്പോസ്തലന്മാർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചിടത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി അവിടെ ഒരു വലിയൊരു ഭൂമികുലുക്കം ഉണ്ടായിരുന്നു. Bible speaks about Paul and Silas praying and the power of God descending and the foundation of the prisons were shaken. എവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു, കാരാഗ്രഹത്തിൽ പോലും ഇറങ്ങി വന്നെടുത്ത് ദൈവശക്തിയാൽ ദൈവ സാന്നിധ്യം അവിടെ കുലുക്കി ഇളക്കുകയും ചെയ്തു. When Jesus came out of the tomb, the guards were watching that they shook with fear. They fell down as if dead. കർത്താവായ യേശുക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ അത് കണ്ട് പടയാളികൾ ഭയപരവശരായി അവർ നിലത്തു വീഴുന്നതായിട്ട് നമുക്ക് കാണുന്നു. Yes, the power of God, the presence of God can shake even the very foundation of the world. ആമേൻ. ദൈവമക്കളെ, ആമേൻ. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ അവിടെ വലിയൊരു ഇളക്കവും കുലുക്കവും അവിടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. Jesus can shake people out of their authority. ആമേൻ. ദൈവത്തിന് കർത്താവായ യേശു വിചാരിച്ചാൽ ആമേൻ ചില അധികാരത്തിലിരിക്കുന്ന മനുഷ്യരെ പോലും ഇളക്കുവാനായിട്ട് അവൻ കഴിയും. We think that authorities of men, no, authorities of God. നമ്മൾ വിചാരിക്കുന്നു അധികാരത്തിലിരിക്കുന്ന പുരുഷന്മാർ അവരെ ദൈവം അപ്രകാരം അധികാരത്തിൽ അവരെ ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. So the authorities can be shaken when the God of heaven decides so. നമ്മുടെ സ്വർഗത്തിലെ ദൈവം വിചാരിച്ചാൽ അധികാരങ്ങളെ പോലും ഇളക്കി മാറ്റുവാനായിട്ട് സ്വർഗത്തിലെ കർത്താവിന് കഴിയും. ആമേൻ. There is no authority beyond God. ആമേൻ. ദൈവത്തിന്റെ ശക്തിക്ക് അധീനമായ യാതൊരു അധികാരമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. Bible can topple up any kingdom, any man from his throne of power. ആമേൻ. രാജസിംഹാസനത്തിൽ ഇരിക്കുന്ന ഏത് പ്രഭുക്കന്മാരെ പോലും ഇളക്കി വീഴ്ത്താൻ തക്കവണ്ണം ദൈവത്തിന്റെ ശക്തിക്ക് കഴിയും. In the book of Job chapter 15 verses 33, the Bible says, he will shake off his unripe grape like a wine and cast off his blossom like an olive tree. ആമേൻ. യോബിന്റെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 33-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, മുന്തിരിച്ചെടിയുടെ പോലെ അവന്റെ അപക്വ ഫലങ്ങൾ പൊഴിയും എന്ന് പറയുന്നു. ഒലിവ് മരത്തിന്റെ തെന്ന പോലെ അവന്റെ പൂക്കൾ പൊഴിഞ്ഞു പോകും എന്ന് ദൈവവചനം പറയും. So God can shake off anyone from any place. നോക്കേണ്ട ദൈവജനമേ, എവിടെ ഏത് അധികാരത്തിലിരിക്കുന്ന ഏതൊരു വ്യക്തിയും പോലും ഇളക്കി മാറ്റുവാനായിട്ട് നമ്മുടെ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. Have you seen there are some trees or some plant when we shake it, even the fruits will fall down. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരുപക്ഷെ ചില വൃക്ഷങ്ങളെ മരങ്ങളെ നിങ്ങൾ കുലുക്കി കഴിഞ്ഞാൽ ആ കുലുക്കത്തിന്റെ ശക്തിയാൽ അതിൽ നിന്നുള്ള ഫലങ്ങൾ താഴേക്ക് പൊഴിഞ്ഞു വീഴും. Yes, God can shake the nations and the leadership can fall. ഇപ്രകാരം ദൈവം തന്റെ ശക്തിയാൽ കുലുക്കി കഴിഞ്ഞാൽ അധികാരത്തിലിരിക്കുന്ന ജനങ്ങൾ അല്ലെങ്കിൽ മനുഷ്യർ ഇളകി താഴെ വീഴും. God can shake the church and many of the positions can fall from the church. ഇപ്പോൾ കർത്താവ് ചില സഭകളെ കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അധികാരത്തിലിരിക്കുന്ന ചില വ്യക്തികളെ ഇളക്കി മാറ്റുവാൻ തക്കത്. It is the Lord who decides who must rule the nation. അതിനാൽ നമ്മുടെ കർത്താവാണ് വിചാരിക്കുന്നത് ഇവയെ ആരെ ഇളക്കി മാറ്റണമെന്ന്. When you read in the book of Daniel chapter 5, it speaks about a king called Belshazzar. ദാനിയേലിന്റെ പുസ്തകം 5-ാം അധ്യായത്തിനകത്ത് ബെൽഷസ്സർ രാജാവിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരുന്നു. This king took the possession of the materials of the tabernacle. ദൈവത്തിന്റെ ആ സാക്ഷ്യപ്പെട്ടതിനുള്ള സകല
അവിടെയുള്ള സകല വസ്തുക്കളെ ഈ രാജാവ് തന്റെ അധികാരത്തിൽ കീഴ്പ്പെടുത്തി. And he started using the utensils to enjoy his meal and his dinner with his concubines. ദേവാലയത്തിൽ വിശുദ്ധീകരിച്ചിട്ടുള്ള ഈ പാത്രങ്ങളെ താൻ അശുദ്ധമാക്കത്തക്ക രീതിയിൽ ഈ രാജാവ് മറ്റു കാര്യങ്ങൾക്കായിട്ട് പ്രയോജനപ്പെടുത്തി. As he was enjoying this meal, അവൻ തന്റെ വലിയ ഒരു വിരുന്നിനകത്ത് അവൻ ഇപ്രകാരം അവൻ ആനന്ദം കൈക്കൊള്ളുമ്പോൾ തന്നെ Bible speaks about a finger of God coming down from heaven and wrote something on the wall. അവൻ ദൈവത്തിന്റെ വചനത്തിൽ ഇപ്രകാരം പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് ഒരു കൈ ഇറങ്ങി വന്ന് അത് തന്റെ മുമ്പിലുള്ള ഒരു മതിലിന്മേൽ ഒരു വാക്യം അത് എഴുതി വെച്ചു. And as he read that, അവൻ അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ in the book of Daniel chapter 5 verse 6, it reads like this. ദാനിയേലിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 6-ാം വചനത്തിൽ ഇപ്രകാരം പറയുന്നു. Then the king's countenance changed and his thoughts troubled him, so that the joints of his hips were loosened and his knees knocked against each other. ആ എഴുത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രാജാവ് ചിന്തകളാൽ ഭയപരവശനായി തീർന്നിട്ട് അവന്റെ ഏപ്പ് ആടിപ്പോയി എന്ന് പറയുന്നു ദൈവത്തിന്റെ വചനം. When he saw the writing, the king was shaken. ദൈവത്തിന്റെ ആ വചനം കണ്ടപ്പോൾ തന്നെ അത് വായിച്ചെടുത്തപ്പോൾ തന്നെ രാജാവിന്റെ ഏപ്പ് ആടിപ്പോയി. When you read down verses 30, it said that that very night the king was killed. 5-ാം അധ്യായത്തിന്റെ തൊട്ട് താഴെ 30-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ആ രാജാവ് അന്ന് രാത്രി തന്നെ കൊല്ലപ്പെടുവാനായിട്ടിടയിൽ. The finger from heaven determined his destiny. സ്വർഗത്തിലെ വിരലുകൾ അവന്റെ ഭാവിയെ നിർണയിക്കുവാനായിട്ടിടയായി. Whatever you think, the finger of God can determine your destiny. നീ എന്തെല്ലാം വിചാരിച്ചാലും ദൈവത്തിന്റെ വിരലാണ് നിന്റെ ഭാവിയെ നിർണയിക്കുന്നത്. ആമേൻ. The finger of heaven can determine your authority position in your place. ആമേൻ. ദൈവത്തിന്റെ കൈവിരലുകളാണ് അധികാരങ്ങളെയും ജനത്തെയും ആമേൻ ഏതൊരു അധികാരിയെ നിയമിച്ചാക്കുന്നത്. God can put you in the position of authority. At the same time, God can shake you off from your chair of authority. ദൈവം വിചാരിച്ചാൽ നിന്നെ ഒരു അധികാര സ്ഥാനത്ത് നിർത്തുവാനും കഴിയും. അവിടുന്ന് വിചാരിച്ചാൽ നിന്നെ അവിടുന്ന് ഇളക്കി താഴേക്ക് കൊണ്ടുവരാനും കഴിയും. When you look at the New Testament, പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ it speaks about King Herod. അവിടെ ഹെരോദാവ് രാജാവിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. Acts chapter 12. അപ്പോസ്തലപ്രവൃത്തികൾ 12-ാം അധ്യായം. Bible says that King Herod stretched his hand to fight against the church. അവിടെ ഇപ്രകാരം പറയുന്നത് ഹെരോദ രാജാവ് തന്റെ കരങ്ങൾ ആമേൻ അന്നുണ്ടായിരുന്ന വിശ്വാസികൾക്ക് പ്രതികൂലമായിട്ട് നീട്ടുകയുണ്ടായി. Bible speaks about in the book of Acts chapter 12 verses 21 to 23 where King Herod was struck by an angel. ആമേൻ. ആ 12-ാം അധ്യായത്തിൽ 21 മുതൽ 23 വചനത്തിൽ കാണുന്ന ഹെരോദാവ് രാജാവിനെ ഒരു ദൂതൻ അടിക്കുകയുണ്ടായി എന്ന് കാണാം. Bible say the angel stretched forth his hand and struck the King Herod. അവിടെ പറയുന്നു ദൈവത്തിന്റെ ദൂതൻ ഹെരോദ രാജാവിന് പ്രതികൂലമായി തന്റെ കരങ്ങളെ നീട്ടി അവിടെ വെച്ച് രാജാവ് മരിക്കുകയുണ്ടായി. When King Herod stretched out his authority hand against the church, God's authority stretched against him. ഹെരോദ രാജാവ് തന്റെ മാനുഷികമായ അധികാരം സഭയ്ക്ക് വിരോധമായി ഉയർത്തിയപ്പോൾ സ്വർഗീയമായ കരം അവനെ പ്രതികൂലമായി സ്വർഗത്തിൽ നിന്ന് നീട്ടപ്പെടുകയുണ്ടായി. Yes, Herod was shaken off from his position of authority. അതേ ദൈവമക്കളെ, ഹെരോദാവിനെ തന്റെ അധികാര സ്ഥലത്ത് നിന്നുള്ള അതിൽ നിന്ന് ദൈവം തമ്മിൽ ഇളക്കി താഴേക്ക് വീഴ്ത്തി. My dear brothers, believers and servants of God, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ ദാസന്മാരെ, there is a great God in heaven. ഞാൻ നിങ്ങളോട് പറയട്ടെ, സ്വർഗത്തിൽ ആമേൻ ഒരു ഭരിക്കുന്ന ഒരു വലിയൊരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. He is the one who determines the destiny. He is the one who determines the position of authority. സ്വർഗത്തിലെ ദൈവമാണ് നമ്മുടെ ഭാവിയെയും നമ്മുടെ ആമേൻ കർത്താവിന്റെ വിചാരങ്ങളാണ് നമ്മളെ അപ്രകാരമാക്കി വെച്ചിരിക്കുന്നത്. So don't worry what will happen in your future. ആയതിനാൽ നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. In this time of trouble, ഈ ഒരു വലിയ പ്രതികൂലത്തിന്റെ മധ്യേ I know your jobs have been affected. എനിക്കറിയാം പലരുടെയും ജോലിയെ ഇത് വളരെ സാരമായി ബാധിച്ചിട്ടുണ്ട്. Your ministry, your church, everything has been affected. നിങ്ങളുടെ ശുശ്രൂഷ, നിങ്ങളുടെ സഭ, സകല മേഖലകളെ ഇത് ഒരുപോലെ തന്നെ ബാധിക്കുകയുണ്ട്. Your monthly budgets have been affected. നിങ്ങളുടെ മാസം തോറുമുള്ള ബഡ്ജറ്റിനെ പോലെ ഇത് സാരമായി ഇത് ബാധിച്ചിട്ടുണ്ട്.
But as believers in the Lord, as disciples in Christ, എന്നാൽ വിശ്വാസികളായിരിക്കുന്നവരും കർത്താവിന്റെ ശിഷ്യന്മാർ എന്ന രീതിയിൽ നമ്മൾ എപ്രകാരമാണ് പെരുമാറേണ്ടത്? we must not be shaken. നമ്മൾ കുലുങ്ങുവാൻ പാടില്ല. ആമേൻ. In the book of 1 Thessalonians chapter 3 verses 3, 1 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, മലയാളത്തിൽ 2-ാം വാക്യം, it says that അത് ഇപ്രകാരം പറയുന്നു: that no one should be shaken by these afflictions, for you yourself know that we are appointed to this. ആമേൻ. കർത്താവിന്റെ വചനം ഇപ്രകാരം പറയുന്നു: ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കാനായിട്ട് ഞങ്ങൾ ഇത് എഴുതുന്നു. ആമേൻ. See, so you must not be shaken of these things. അതിനാൽ ദൈവമക്കളെ, വിശ്വാസികളെ നമ്മൾ ഇതിൽ ഇളകിപ്പോകേണ്ട കാര്യമില്ല. When you read in the book of Romans chapter 8 verses 35 to 39, റോമരുടെ ലേഖനം 8-ാം അധ്യായത്തിന്റെ 35 മുതൽ 39 വരെയുള്ള വചനങ്ങൾ ഇപ്രകാരം പറയുന്നു. it speaks about what can separate you from the love of Christ. അത് പറയുന്നത് നിങ്ങളെ കർത്താവിന്റെ സ്നേഹത്തിന് എന്തിനു വേർപിരിക്കുവാനായി കഴിയും? Can tribulation separate you? പ്രതികൂലങ്ങൾക്ക് നിങ്ങളെ ആ ദൈവസ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയുമോ? Can distress separate you? Can persecution separate you? ആമേൻ. നഗ്നതയ്ക്കോ വാളിനോ ഉപദ്രവത്തിനോ നിങ്ങളെ ഈ ദൈവസ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയുമോ? So nothing must shake your faith in the Lord Yeshua. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് മറ്റൊന്നിനും നമ്മളെ വേർപിരിക്കാൻ കഴിയില്ല. But in what way we can overcome this? ആയതിനാൽ നമുക്ക് ഇവയൊക്കെ എപ്രകാരം നമുക്ക് അതിനെ അതിജീവിക്കുവാൻ കഴിയും? It is written in the book of Acts chapter 2 verses 25. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 25-ാം വചനത്തിൽ ഇപ്രകാരം പറയുന്നു. David is saying, ദാവീദ് ഇപ്രകാരം പറയുന്നു. Oh, David says concerning this, I foresaw the Lord always before my face, for he is at my right hand, that I may not be shaken. എന്റെ വലതുഭാഗത്തുള്ള കർത്താവിന് എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു എന്ന് അവിടെ ദാവീദ് രാജാവ് രേഖപ്പെടുത്തുന്നു. So I won't be shaken. ആയതിനാൽ ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. I am always seeing the Lord at my right hand. അത് എപ്പോഴും ഞാൻ എന്റെ ദൈവത്തെ എന്റെ വലഭാഗത്ത് കാണുന്നു എന്ന് ദാവീദ് രാജാവ് പറയുന്നു. So I am not going to be shaken. ആയതിനാൽ ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. ആമേൻ. Whatever situation might come to me, നിങ്ങളുടെ എന്തെല്ലാം പ്രതികൂലങ്ങൾ, എന്തെല്ലാം അവസ്ഥകളുടെ മധ്യയാണെങ്കിൽ പോലും I am not going to change my faith. അതിന്റെ എല്ലാം മധ്യത്തിലും എന്റെ വിശ്വാസം കുലുങ്ങിപ്പോകുകയില്ല. Brothers and sisters, I encourage you to pray and spend your time in Word of God and meditating upon the Word of God. എന്റെ സഹോദരന്മാരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, ഇതിന്റെ മധ്യേ നിങ്ങൾ ദൈവവചനം വായിക്കുന്നതിലും ആ കർത്താവിന്റെ മുഖം അന്വേഷിക്കുന്നതിലും നമ്മൾ സമയം കണ്ടെത്തണം. You are believers in the Lord. നിങ്ങൾ ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വാസികളാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. You are ministers in Christ. നിങ്ങൾ ക്രിസ്തുവിൽ ശുശ്രൂഷകന്മാരാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. You are not to be shaken. നിങ്ങൾ കുലുങ്ങുവാനായിട്ടുള്ളവരല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. In the book of 2 Thessalonians, 2 തെസ്സലോനിക്ക ലേഖനത്തിൽ chapter 2 verses 2, 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നത്, it speaks about not to be shaken in mind or troubled either by spirit, word or letter, as if from all these things in the day, though the day of Christ has come. അവിടെ ഇപ്രകാരം പറയുന്നു: കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും അരുത്. So you see, by the spirit or by the word or by the letter, you must not be shaken. അവിടെ പറയുന്നു, വല്ല ആത്മാവിനാലോ വചനത്താലോ അങ്ങനെയുള്ള ലേഖനത്താലോ നിങ്ങൾ സുബോധം വിട്ട് ഇളകിപ്പോകരുത്. So there are ways in which man can be shaken off. നോക്കിക്കോണേ, ഇവിടെ പല വിധത്തിൽ മനുഷ്യൻ ഇളകിപ്പോകുന്നതായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. You saw today we have the visual media, you have the print media and the words of mouth working against us. ഇപ്പോൾ നമ്മുടെ ചുറ്റുവട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ ദൃശ്യമാധ്യമമുണ്ട്, അച്ചടി മാധ്യമമുണ്ട്. ഇവയിലൊക്കെ നമ്മൾ പലവിധമായ വാർത്തകൾ കണ്ട് നമ്മൾ ഇളകിപ്പോകും. So listening to all the things, you can get shaken. ഇതെല്ലാം കേട്ട് നമ്മൾ ഇളകിപ്പോകുന്ന ഒരു അവസ്ഥയിലായിരിക്കും നമ്മളിപ്പോൾ നിൽക്കുന്നത്. Don't be shaken by all these things that you are listening. ഇതെല്ലാം കേൾക്കുന്നതിന്റെ മധ്യേ നിങ്ങൾ ഇളകിപ്പോകരുതെന്ന് ഞാൻ പറയട്ടെ.
but be obedient to the instruction given by God and by the governments. ദൈവത്തിന്റെയും നമ്മുടെ മുകളിൽ വെച്ചിരിക്കുന്ന അധികാരികളുടെ വാക്കുകൾ അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ ചെയ്യേണ്ടത്. And you must not be, and you won't be shaken anymore. ആയതിനാൽ നമ്മൾ ആരും ഇളകി പോവുകയില്ല. When you read in the book of Acts chapter 28, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 28-ാം വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ verses 1 through 5, 28-ാം അധ്യായത്തിന്റെ ആദ്യ വചനങ്ങൾ പറയുന്നത് 1 to 5, 1, 2, 5 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. Bible speaks about Paul reaching a place called Malta. അവിടെ പൗലോസ് മാൾട്ട എന്ന് പറഞ്ഞൊരു ദ്വീപിലേക്ക് താൻ കടന്നു ചെല്ലുന്നതായിട്ട് രേഖപ്പെടുന്നു. And because of this cold, എന്നാൽ അവിടെ സംഭവിച്ചത് നിമിത്തം, because of the cold that they were experiencing, ആ ദൈവത്തെ അവർ ആരാധിക്കുന്ന ദൈവത്തെ അവർ അനുഭവിച്ചറിഞ്ഞതിനാൽ, the climate was not at all good for them. They were having this cold climate there. വളരെ പ്രതികൂലമായ തണുപ്പ് നിറഞ്ഞൊരു കാലാവസ്ഥയായിരുന്നു കപ്പലിൽ യാത്ര ചെയ്ത സകലർക്കും നേരിടുവാനായിട്ട് ഇടയായി. And Paul, to make himself warm, started collecting some sticks. ആയതിനാൽ പൗലോസ് എന്ത് ചെയ്തു? അവിടെ ചുറ്റുമുള്ള ചില വിറക് കഷ്ണങ്ങൾ പെറുക്കുവാനായിട്ട് അവൻ ആരംഭിക്കുകയുണ്ടായി. He took these dry sticks and put into fire. ഈ ഉണങ്ങിയ വിറക് കഷ്ണങ്ങൾ അവനൊരു തീക്കകത്തേക്ക് ഇടുകയുണ്ടായി. And Bible says from that wood a viper came and wound around his hands. വേദപുസ്തകത്തിൽ പറയുന്നു, ആ വിറക് കഷ്ണത്തിന്റെ ഇടയിൽ നിന്ന് ഒരു അണലി അവന്റെ കയ്യിൽ ചുറ്റുകയുണ്ടായി. Paul wanted to get some warmth. പൗലോസിന് ആ തണുപ്പിൽ നിന്ന് രക്ഷ പ്രാപിക്കാനായിട്ട് അവനെ തീയുടെ മുമ്പിൽ കായുവാനായിട്ട് അവൻ ആഗ്രഹിച്ചു. But a viper came out and stuck his hand. എന്നാൽ അതിനു പകരമോ ഒരു അണലി അവന്റെ കയ്യിൽ ചുറ്റുകയുണ്ടായി. This is very much connected with the ministers of God. ഇത് കർത്താവിന്റെ ദാസന്മാരോട് വളരെ ബന്ധപ്പെട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. See, you are doing ministry. നോക്കുക, നിങ്ങൾ കർത്താവിന്റെ വേല നിങ്ങൾ ചെയ്യുന്നു. There are many of these people of the world who are dry without life in the Lord. എന്നാൽ ഈ ലോകത്തിൽ ഉണങ്ങി വരേണ്ട മനുഷ്യർ എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ആത്മാവില്ലാത്ത മനുഷ്യർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു. This word go to the servants of God. ഈ വചനങ്ങൾ കർത്താവിന്റെ ദാസന്മാരോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. See, Paul wanted to keep himself warm. നോക്കൂ, പൗലോസ് തന്നെത്താൻ ചൂട് കായുവാനായിട്ട് അവൻ ആഗ്രഹിച്ചു. For doing that, he started collecting some dry wood. ആയതിനാൽ അവൻ എന്ത് ചെയ്തു? അവൻ ചില ഉണങ്ങിയ ചില വിറക് കഷ്ണങ്ങൾ അവൻ പെറുക്കുകയുണ്ടായി. He collected the wood and put in the fire. അവൻ ആ ഉണങ്ങിയ ആ ചുള്ളിക്കമ്പുകൾ എടുത്ത് തീയിലോട്ട് അവൻ എടുത്തിടുവാനായിട്ട് അവൻ ആരംഭിച്ചു. And when he put that wood in fire, a viper came from within the wood and stuck his hand. ആ ഉണങ്ങിയ ആ വിറക് കൊള്ളികൾ അവൻ ഇടുമ്പോൾ തന്നെ അതിന്റെ മധ്യത്തിനകത്ത് നിന്ന് ഒരു അണലി തിരിഞ്ഞ് അവനെ കൊത്തുവാനായിട്ട് ആരംഭിക്കുകയുണ്ടായി. Listen, servants of God. അതിനാൽ ദൈവത്തിന്റെ ദാസന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കുക. You are doing ministry. നിങ്ങൾ കർത്താവിന്റെ വേല നിങ്ങൾ ചെയ്യുന്നു. The people of this world are just like this dry wood. ഈ ലോകത്തിന്റെ മനുഷ്യർ എന്ന് പറഞ്ഞിരിക്കുന്ന ഇതുപോലെ ഉണങ്ങിയ വൃക്ഷക്കൊള്ളികൾ മാത്രം. When you take them and put them in the fire of the Holy Ghost, എന്നാൽ നിങ്ങൾ അവയെ എടുത്ത് ദൈവത്തിന്റെ ആത്മാവാകുന്ന തീക്കകത്തേക്ക് നിങ്ങൾ എടുത്തിടുമ്പോൾ there are some attack from them which comes and stucks to your hand. എന്നാൽ അതിൽ നിന്ന് ആ തീയുടെ പരിണത ഫലമായിട്ട് ആ പാമ്പ് തിരിഞ്ഞു കുത്തി എന്ന് പറഞ്ഞതുപോലെ ചില മനുഷ്യർ നിങ്ങൾക്ക് പ്രതികൂലമായി വന്ന് ഭവിക്കും. But what happened? What did Paul do? എന്നാൽ പൗലോസ് എന്ത് ചെയ്തു? Even the natives began to say that he is going to die. നോക്കണേ, ആ ദ്വീപിൽ വസിക്കുന്ന ജനങ്ങൾ തന്നെ പറഞ്ഞു, അയ്യോ ഈ മനുഷ്യൻ എന്തോ വലിയ പാപം ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്. But what did Paul do? എന്നാൽ പൗലോസ് എന്ത് ചെയ്തു? Acts chapter 28:5 say that he shook off the creature into fire and suffered no harm. അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, അവൻ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. ആമേൻ. Same way, അതേ രീതിയിൽ തന്നെ servants of God, ദൈവത്തിന്റെ ദാസന്മാരോട് ഞാൻ പറയട്ടെ, you are not to be shaken. നിങ്ങൾ കുലുങ്ങി പോകേണ്ടവരല്ല. ആമേൻ.
but you need to shake off those things that are affecting your mind and your ministry and your finances. നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയെ അലട്ടുന്ന നിങ്ങളുടെ ആ സാമ്പത്തിക മേഖലയെ നശിപ്പിച്ചു കളയുന്ന ദുഷ്ടശക്തിയെ നിങ്ങൾ തീക്കകത്തോട്ട് കുടഞ്ഞു കളയുക എന്നുള്ളത് മാത്രം നിങ്ങൾ ചിന്തിക്കുക. The same fire that burned the wood, into that same fire put all your troubles. അതേ അഗ്നിക്കകത്തോട്ട് നിങ്ങളെ ഭാരപ്പെടുന്ന സകല വസ്തുക്കളെ നിങ്ങൾ കുടഞ്ഞെറിഞ്ഞു കളയുക. Shake off your problems. നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ കുടഞ്ഞെറിയുക. Shake off it in the name of Yeshua. യേശുവയുടെ അധികാരമുള്ള നാമത്തിൽ നിങ്ങൾ അതിനെ കുടഞ്ഞു കളയുക. Don't be shaken. നിങ്ങൾ കുലുങ്ങി പോകേണ്ടവരല്ല. That is what it's written in the book of Isaiah, chapter 52, verses 2. യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിന്റെ 52-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ അതിപ്രകാരം പറയുന്നു. God is talking to Israel. ദൈവം ഇസ്രായേലിനോട് ഇപ്രകാരം പറയുന്നു. Shake yourself from the dust, arise, sit down, O Jerusalem. Loose yourself from the bonds of your neck, O captive daughter of Zion. പൊടി കുടഞ്ഞു കളയുക, യെരൂശലേമേ എഴുന്നേറ്റിരിക്കുക, ബദ്ധയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചു കളയുക. All believers, all pastors listening to me, sitting in the house, I want to tell you this message. എന്നെ കേൾക്കുന്ന സകല വിശ്വാസികളോടും കർത്താവിന്റെ ദാസന്മാരോടും എനിക്ക് ഈ വചനത്തിൽ നിന്ന് നിങ്ങളോട് പ്രബോധിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Start shaking off your troubles in the name of Yeshua. നിങ്ങളുടെ സകല പ്രശ്നങ്ങളെ നിങ്ങൾ യേശുവയുടെ അധികാരമുള്ള നാമത്തിൽ നിങ്ങൾ കുടഞ്ഞു കളയാൻ നിങ്ങൾ ആരംഭിക്കും. Start shaking off your fear in the name of Yeshua. നിങ്ങളുടെ സകല ഭയത്തെ യേശുവയുടെ നാമത്തിൽ നിങ്ങൾ കുടഞ്ഞു കളയാൻ ആരംഭിക്കും. Start confessing authority. Start confessing the power of Yeshua. അധികാരത്തിനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള അധികാരം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. Start telling to the problem, you are nothing in the name of Yeshua. In front of me, you problem, you are nothing. നിങ്ങളുടെ മുമ്പിലുള്ള സകല പ്രശ്നത്തോട് നിങ്ങൾ പറയും, എന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നമേ യേശുവയുടെ നാമത്തിൽ നീ ഒന്നുമല്ലാതാകുക എന്ന രീതിയിൽ നിങ്ങളുടെ വായ കൊണ്ട് നിങ്ങൾ ഏറ്റു പറയുക. The Lord is with me. എന്റെ കർത്താവ് എന്നോട് കൂടെ ഉണ്ട്. I shall not be afraid. ആയതിനാൽ ഞാൻ കുലുങ്ങി പോവുകയില്ല. I won't be shaken. ഞാൻ കുലുങ്ങി പോകത്തില്ല എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ഏറ്റു. I am going to shake off all the trouble. ഞാൻ എന്റെ സകല പ്രശ്നത്തെ ഞാൻ കുലുക്കി മാറ്റുവാനായിട്ട് പോകും. Brothers and sisters, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, don't worry what is happening. നിങ്ങൾക്ക് സംഭവിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. But there is a great event that is going to happen in the future. എന്നാൽ ഭാവിയിൽ ഇതിനേക്കാൾ വലിയൊരു കാര്യം നടപ്പിലാകാൻ പോകുന്നത് നിങ്ങൾ ഓർത്തുകൊള്ളുക. Where both the earth and the heaven, everything will be shaken. അവൻ ഭൂമിയെ മാത്രമല്ല ആകാശത്തെ ഇളക്കുവാനായിട്ട് ഒരു സമയം അടുത്തിരിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കുക. Yes, the second coming of Jesus Christ is going to happen soon. അതെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളുമായി. That is the time when everything will be shaken. നമുക്ക് ആ സമയത്ത് സകല വസ്തുതകളും ഇളകി മാറുമെന്ന് നമുക്ക് കാണുവാൻ കഴിയും. The problem that we are facing all around the world now, it's going to be there for a little time and it will pass over us. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ ചെറിയ പ്രശ്നം സകല ലോകം അനുഭവിക്കുന്ന ഈ ദുരിതം എല്ലാം മാറിപ്പോകുന്ന ഒരു സമയത്തിലേക്ക് നമ്മൾ കടന്നു പോകും. But a great time is coming. എന്നാൽ നമ്മുടെ മുമ്പിൽ ഒരു വലിയൊരു നാൾ അടുത്തു വന്നിരിക്കുന്നു. In the book of Hebrews chapter 12 verses 26, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. Bible say, വചനം ഇപ്രകാരം പറയുന്നു. whose voice then shook the earth, but now he promised, saying, yet once more I shake not only earth but also heaven. അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി, ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്ന് കർത്താവ് പറഞ്ഞു. When you read in the book of Matthew chapter 24 verses 29, മത്തായിയുടെ പുസ്തകത്തിൽ 24-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു. it's read like this. അവ ഇപ്രകാരം പറയുന്നു. Immediately after the tribulation of those days, the sun will be darkened and the moon will not give light. The star will fall from heaven and the power of the heavens will be shaken. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞു ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും എന്ന് വചനം പറയുന്നു. You see, there a time is going to come
there are going to be signs in heaven. നിങ്ങൾ നോക്കുക, ഈ ആകാശത്തിൽ ചില അടയാളങ്ങളും ശക്തികളും ഇളകിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു. Imagine a small virus has disturbed the whole world. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഒരു ചെറിയൊരു വൈറസിന് ലോകമെമ്പാടും ഒരു ഭീതി പരത്തിയ ഒരു അവസ്ഥയിൽ നമ്മളായിരിക്കുമ്പോൾ. But imagine when the government is going to say, the planets, or you can say asteroids, not in one or two but in clusters, are going to fall upon earth. നിങ്ങൾ ഒന്ന് സങ്കല്പിച്ചു നോക്കുക, ഇനി ഗവൺമെന്റ് പറയാണ് ആകാശത്തിലെ ശക്തികൾ, ആസ്ട്രോയിഡോ മീറ്റിയോസോ, ഇവയെല്ലാം എന്ത് ചെയ്തു, ആകാശ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് നിലം പതിക്കും, കൂട്ടമായി വന്ന് നിലം പതിക്കുന്നു എന്നൊരു ഉത്തരവ് ഇറക്കിയ രീതി നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. And imagine even the power, the superpowers are saying our missiles or nothing can shield this effectively. Some are going to plunge into this earth. ലോകത്തിന്റെ സകല ശക്തികളും വന്ന് പറയുകയാണ്, നമ്മളൊന്നും വിചാരിച്ചാൽ ഈ ആകാശ ശക്തികൾ ഇളകി വീഴുന്നതിന് തടയാനായിട്ട് കഴിയത്തില്ല, ഇവ ഭൂമിയിൽ വന്ന് നിലം പതിക്കും എന്ന ഒരു ഉത്തരവ് ഇറക്കുവാണ് എന്ന അവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കി. Imagine when they say that our nuclear missiles cannot stop this, our shield cannot stop this, it is going to come and fall on this earth on a particular time. നമ്മുടെ കയ്യിലുള്ള ന്യൂക്ലിയർ വെപ്പൺസ് കൊണ്ടോ നമ്മുടെ മാനുഷികമായിട്ടുള്ള സകല ടെക്നോളജിയുടെ അഡ്വാൻസ് നിമിത്തം എല്ലാ രീതിയിൽ നമ്മൾ വിചാരിച്ചാൽ പോലും ഈ ശക്തികൾ ഇളകുന്ന നമുക്ക് തടയുവാൻ കഴിയത്തില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു. Imagine the government began to declare the places where this meteorite or this asteroid is going to fall. നോക്കിയാണ് ഗവൺമെന്റ് തന്നെ വന്ന് പറയുകയാണ് ഈ ആസ്ട്രോയിഡും ആകാശത്തിലെ ശക്തികളും ഇളകി പോകുന്ന ഒരു അവസ്ഥ കടന്നു വരും. Tell me, cut. I'm telling again. Imagine the government telling that all this asteroid and meteorite are going to fall into certain places of this world. ഗവൺമെന്റും മറ്റ് അധികാരത്തിൽ ഇരിക്കുന്നവരും പറയുകയാണ് ആകാശത്തിലെ ശക്തികൾ ഇളകി ഒരു പ്രത്യേക സ്ഥലത്ത് വന്ന് വീഴും, ഭൂമിയിൽ ഒരു പ്രത്യേക സ്ഥാനം കൊടുത്ത് അവർ രേഖപ്പെടുത്തി ചൂണ്ടിക്കാണിച്ച് പറയുകയാണെങ്കിൽ what will happen to the world? ലോകത്തിന് എന്ത് സംഭവിക്കും? Imagine one asteroid falling into the sea. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു ആസ്ട്രോയിഡ് കടലിൽ വന്ന് പതിക്കുന്നെന്ന് നിങ്ങൾ ചിന്തിക്കുക. Tsunami is going to come. അവിടെ സുനാമി ഉണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. What if an asteroid is going to fall on a metro city? ഒരു ആസ്ട്രോയിഡ് നമ്മുടെ ഒരു പട്ടണത്തിലേക്ക് വന്ന് പതിക്കുന്നു എന്ന് നിങ്ങൾ സങ്കല്പിച്ചു നോക്കുക. Imagine when the heaven is shaken, the earth will be also be shaken. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം, ഭൂമി ഇളകുമ്പോൾ തന്നെ ആകാശം ഇളകും എന്ന് കർത്താവിന്റെ വചനം പറയുന്നു. So a time is going to come. അതിനാൽ അങ്ങനെ ഒരു നാള് അടുത്തുകൊണ്ടിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കും. Where man is going to lose his sleep. നോക്കുക, മനുഷ്യനുള്ള സകല ശക്തികളും അവന്റെ സകല ഉറപ്പും അയഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ നിങ്ങൾ ഇന്ന് അടുത്തുകൊണ്ടിരിക്കും. Because the second coming of our Lord Yeshua is near. കാരണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് ഇന്ന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക്. But brothers and sisters, good news. അതിനാൽ സഹോദര സഹോദരിമാരെ, നല്ലൊരു സുവാർത്ത എനിക്ക് നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട്. We are not in that time where heavens are shaken. നമ്മളിപ്പോൾ സ്വർഗം ഒന്നുകൂടെ തന്നെ. Brothers and sisters, we are not in that time where heavens are shaken now. പ്രിയ സഹോദര സഹോദരിമാരെ, നമ്മളിപ്പോൾ ആകാശം ഇളകി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നെത്തിയിട്ടില്ല. We are in a place where the earth is shaken. ഇപ്പോൾ ഭൂമി മാത്രമേ ഇളകി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിയിട്ടുള്ളൂ. And this trouble will be over soon. അതിനാൽ ഈ പ്രയാസം വളരെ പെട്ടെന്ന് തന്നെ ഇത് മാറിപ്പോകും. Cheer up. ആയതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. This problem will be over. ഈ പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ. Don't be shaken. നിങ്ങൾ കുലുങ്ങി പോകാതിരിക്കുക. Keep the Lord Yeshua in front of you. നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും കർത്താവായ യേശുവിനെ നിങ്ങളുടെ വലഭാഗത്ത് തന്നെ മുറുകെ പിടിക്കുക. And everything will be well. ആയതിനാൽ ഈ സകല പ്രശ്നങ്ങളും നമ്മളെ വിട്ടു മാറിപ്പോകും. The Christ driven church, ചർച്ചിലുള്ള സകലരുമേ, and all those who are watching us online, ഞങ്ങളെ ഓൺലൈനിലൂടെ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സകല ജനത്തിനോട് ഞങ്ങൾ പറയുവാനായിട്ടുള്ളത്, let's close our eyes and pray. നമുക്ക് കണ്ണുകൾ അടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. Father, in the name of Yeshua HaMashiach, സ്വർഗീയ നല്ല ദൈവമേ, കർത്താവായ യേശു മശിഹായുടെ നാമത്തിൽ we come into your mighty presence.
നിന്റെ ദിവ്യമായ സാന്നിധ്യത്തെ ഞങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. Lord, strengthen our faith. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് ബലപ്പെടുത്തണമേ. Strengthen our fellowship. ഞങ്ങളുടെ കൂട്ടായ്മ ഇന്ന് ഉറപ്പിക്കണമേ കർത്താവേ. Strengthen our family. ഞങ്ങളുടെ കുടുംബങ്ങളെ ഒന്ന് ഉറപ്പിക്കണമേ. Strengthen our finance. ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളെ ഒന്ന് ഉറപ്പിക്കണമേ. Lord, strengthen our job. കർത്താവേ, ഞങ്ങളുടെ ജോലി മേഖലകളെ ഉറപ്പിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. Lord, strengthen the ministry that we are doing. ഞങ്ങൾ ചെയ്യുന്ന സകല ശുശ്രൂഷകളെ ഒന്ന് ഉറപ്പിക്കണമേ. Grant us more grace. നിന്റെ ദിവ്യമായ കൃപ ഞങ്ങളുടെ മേൽ പകർന്നാട്ടെ. In the name of Yeshua. യേശുവയുടെ അധികാരമുള്ള നാമത്തിൽ തന്നെ. Be delivered. ആമേൻ. ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. Be healed. സൗഖ്യം പ്രാപിക്കട്ടെ. Be set free. കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ സ്വാതന്ത്ര്യം നിങ്ങൾ കൈവരിപ്പി. Receive peace. ദിവ്യമായ ആ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. In the mighty name of Yeshua we pray. യേശുവയുടെ അധികാരമുള്ള നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. So Christ bless you abundantly. See you next time online. Christ bless you from Chennai. This is Brother Sherry Benjamin signing off. കർത്താവിന്റെ സകലവിധമായ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മീതെ ഉണ്ടായിരിക്കട്ടെ.